നമസ്കാരം. തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ സുപരിചിതമായ നടിയും നർത്തകിയുമാണ് താര കല്യാൺ. താര കല്യാണിന്റെ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയ രോഗാവസ്ഥയെക്കുറിച്ച് മകൾ സൗഭാഗ്യ വെങ്കിടേഷ് ആരാധകരോട് തുറന്നു പറഞ്ഞു. മുൻപ് തൈറോയ്ഡ് ശസ്ത്രക്രിയ നടത്തി. പിന്നാലെ ശബ്ദം പതിയെ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ പൂർണ്ണമായ ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് താര കല്യാൺ. സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണ് താര കല്യാണിനെന്നും സൗഭാഗ്യ വ്യക്തമാക്കുന്നു. കുറച്ചേറെ വർഷങ്ങളായി ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥ താര കല്യാണിനുണ്ടായിരുന്നു. 2 വർഷം മുൻപ് താര കല്യാൺ തൈറോയ്ഡും ശസ്ത്രക്രിയയും നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ടു എന്നാണ് സൗഭാഗ്യ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ പുറത്തു പറയുന്നത്. തൈറോയ്ഡ് ഗോയിറ്റർ മൂലമാണ് അമ്മയുടെ ശബ്ദം നഷ്ടമാവുന്നത് എന്നാണ് ആദ്യം കരുതിയത്. ഗോയിറ്റർ അകത്തോട്ട് വളർന്ന് ആകെ പ്രശ്നമായിരുന്നു. സൗണ്ട് ബോക്സിൽ ഇടിച്ചിരിക്കുമ്പോഴാണ് ശബ്ദം പോയത് എന്നാണ് ഓർത്തത്. പിന്നെ എത്രയോ വർഷങ്ങളായി അമ്മ കുട്ടികളെ ശബ്ദമെടുത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ശബ്ദത്തിന് വലിയ സ്ട്രെയിൻ നൽകിക്കൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്ന ടീച്ചർമാരിലും ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥ കാണാറുണ്ട്. അപ്പോൾ അതാവും കാരണമെന്നോർത്തു. എന്നാൽ പിന്നീടാണ് കണ്ടെത്തിയത് അമ്മയ്ക്ക് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണെന്ന്. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു ബോട്ടോക്സ് ആയിരുന്നു. അത് ചെയ്ത സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം. ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ്. വെള്ളം പോലും കുടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ വിശ്രമിക്കാനോ കെയർ ചെയ്യാനോ സാധിച്ചില്ല. മരണമറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ഈ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. കൂടാതെ ആ സമയത്തെ സ്ട്രെസ്സും രോഗത്തെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നീടുള്ള വഴി സർജറി മാത്രമായിരുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജാണെന്നും സൗഭാഗ്യ പറയുന്നു. 1 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയായിരുന്നു. 3 ആഴ്ച കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബ്ദം തിരിച്ചു കിട്ടിയാലും ചെറിയ വ്യത്യാസമുള്ള ശബ്ദമായിരിക്കും. കൂടാതെ പാട്ട് പാടാനൊന്നും സാധിക്കില്ല. ഹൈ പിച്ചിൽ സംസാരിക്കാനോ പാട്ടുപാടാനോ പാടില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആയതിനാൽ സംഭവിക്കുന്ന അവസ്ഥയാണിത്. 3 തരത്തിലാണ് ഈ അവസ്ഥയുള്ളത്. അതിൽ അഡക്ടർ എന്ന സ്റ്റേജാണ് താര കല്യാണിന്. തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ്. സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടി വരികയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മരുന്നോ മറ്റു ചികിത്സയോ ഇതിനില്ല. ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്. താങ്ക് യു സോ മച്ച് മൈ ഫ്രണ്ട്സ്. നിങ്ങളുടെ പ്രാർത്ഥന, ഭഗവാന്റെ അനുഗ്രഹം. എവിടെ സുധാപ്പു? അവിടെ അങ്ങനെ 1 മാസം കൂടി പുറത്തൊന്നും ഇറങ്ങണ്ട, വിസിറ്റേഴ്സ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്ക് കാണാമല്ലോ അല്ലേ, നമ്മൾ കാണും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വ്ളോഗാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ചെറിയ ഇഷ്യൂ വന്നാൽ പോലും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യണം. ആർക്കും അസുഖമൊന്നും വരാതിരിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ നന്മയോടെ ഇരിക്കട്ടെ, പ്രാർത്ഥനയോടെ. അപ്പോൾ വീണ്ടും പുതിയ ഒരു കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം. Lots of love to you.